നമസ്കാരം. അപ്പോൾ നമ്മൾ 2025-26 സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോവുകയാണ്. അതിനായി നമ്മൾ കയ്യിൽ വച്ചിരിക്കേണ്ട ചില ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഒന്നാമത് നമുക്ക് സ്പാർക്കിൽ നിന്നും ലഭിക്കുന്ന ഒരു സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് 2025-26 സാമ്പത്തിക വർഷത്തെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സ്പാർക്കിൽ നിന്നും ലഭിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് എടുത്തു തരും. ഓഫീസർ വിചാരിച്ചാൽ ഒരു ഫോം 16 നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ആ ഫോം 16 കിട്ടിയാലും മതിയാകും. അപ്പോൾ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2025 മാർച്ച് മുതൽ 2026 ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലെ നമ്മുടെ സാലറി, അതായത് 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെ നമ്മുടെ കയ്യിൽ കിട്ടിയ സാലറി. അപ്പോൾ ഈ സാലറി ആയിരിക്കും 2025-26 നമ്മുടെ ഗ്രോസ് ടോട്ടൽ സാലറി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഒരു റിട്ടയർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷനാണ് നോക്കുന്നത്. അത് 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെ നമുക്ക് ലഭിച്ച പെൻഷൻ എത്രയാണെന്ന് എഴുതിയിടുന്നവരുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് TSB ഓൺലൈനിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള പെൻഷൻ എത്രയാണെന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയും. TSBയിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടതെന്നും അതിൽ നിന്നും ഈ റിപ്പോർട്ടുകൾ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ മുകളിൽ കാണുന്ന ഈ ലിങ്കിലും നിങ്ങൾക്ക് അത് ലഭിക്കും. അപ്പോൾ അത് നോക്കി എങ്ങനെയാണ് TSB ഓൺലൈനിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ പെൻഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു വർഷത്തെ പെൻഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കുക. എന്തായാലും അതാണ് ആദ്യം വേണ്ടുന്നത്. പെൻഷനേഴ്സിനാണെന്നുണ്ടെങ്കിൽ പെൻഷൻ സ്റ്റേറ്റ്മെൻറ്റ്, എംപ്ലോയീസിനാണെന്നുണ്ടെങ്കിൽ സ്പാർക്കിൽ നിന്ന് കിട്ടുന്ന സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇത് രണ്ടും കൂടി ചേർന്നവരുണ്ടാകും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു 5 മാസം സർവീസിലുണ്ടാവുകയും അതിനുശേഷം പെൻഷൻ പറ്റുകയും ചെയ്തവർക്ക് ഈ 5 മാസത്തെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റും അതിനുശേഷമുള്ള പെൻഷൻ സ്റ്റേറ്റ്മെൻറ്റുമാണ് കയ്യിൽ കരുതേണ്ടത്. ഇനി രണ്ടാമത് വേണ്ടുന്നത് AIS എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും. ഇതിലാണ് നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ മറ്റ് ഇൻകം എല്ലാം കൂടി ചേർന്ന് വരുന്ന ടോട്ടൽ ഇൻകം. നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ചില ഇൻകം ഉണ്ട്. അതെല്ലാം നമുക്ക് കാണണമെങ്കിൽ AISൽ തന്നെ പോകണം. ഈ AIS നമുക്ക് ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ നിന്നേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഇൻകം ടാക്സ് പോർട്ടലിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് കയറിയതിന് ശേഷം നോക്കാം. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ഡോക്യുമെൻ്റാണ് 26AS എന്ന് പറയുന്നൊരു ഫോം. ഈ ഫോം 26ASലാണ് നമ്മൾ അടച്ചിട്ടുള്ള TDS എത്ര, അതുപോലെ തന്നെ TDS എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ മാസാമാസം ടാക്സിൻ്റെ വിഹിതം അടയ്ക്കാറുണ്ട്. ആ വിഹിതം എത്ര, അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും തുക ബാങ്കിലുണ്ടെങ്കിൽ ആ ബാങ്കുകാർ നമുക്ക് വേണ്ടി TDS അടയ്ക്കാറുണ്ട്. ആ TDS എത്രയാണെന്ന് അറിയാനും നമ്മൾ എന്ത് ചെയ്യണം? 26AS എന്ന് പറയുന്ന ഫോം ഡൗൺലോഡ് ചെയ്യണം. ഇതും നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ നിന്ന് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സിൻ്റെ പോർട്ടലിലേക്ക് കയറിയാണ് AISും 26ASും കണ്ടുപിടിക്കാനുള്ളത്. മറ്റ് 2 ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ പെൻഷനേഴ്സിനാണെങ്കിൽ അവരുടെ പെൻഷൻ സ്റ്റേറ്റ്മെൻറ്റും എംപ്ലോയീസിനാണെങ്കിൽ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് കയ്യിലുണ്ടായിരിക്കുകയും ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് ഫോം 16 ലഭിക്കും നമ്മുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന്. അതുണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ എന്തായാലും ഇതെല്ലാമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇൻകം ടാക്സ് റിട്ടേൺ 2025-26 സാമ്പത്തിക വർഷത്തെ അല്ലെങ്കിൽ 2026-27 അസസ്മെൻറ്റ് ഇയറിലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നേരെ ഇൻകം ടാക്സ് പോർട്ടലിലേക്ക് കടക്കാം. അതിനുവേണ്ടി നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്നു incometax.gov.in. അത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് ഇൻകം ടാക്സ് പോർട്ടലിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ഇനി ലോഗിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു യൂസർ നെയിം ഉണ്ടാവണം, പാസ്വേഡ് ഉണ്ടാകണം. നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ പാൻ നമ്പറോ ആധാർ നമ്പറോ ആകാം. എന്നാൽ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒന്നാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. എങ്ങനെയാണ് ഇൻകം ടാക്സ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെയായിട്ട് രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ പാസ്വേഡ് ലഭിക്കുകയോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ ഇൻകം ടാക്സ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോയും വർക്കിംഗ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ മുകളിലുള്ള ഈ ബട്ടണിലും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു ഇൻകം ടാക്സ് പോർട്ടലിലേക്ക്. അപ്പോൾ നമ്മൾ നേരെ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്ക് എത്തുന്നു. ഇവിടെ നമ്മുടെ യൂസർ ID നമുക്ക് എൻ്റർ ചെയ്യണം. നമ്മുടെ യൂസർ ID എന്ന് പറയുന്നത് ഒന്നുകിൽ പാൻ ആകാം അല്ലെങ്കിൽ ആധാർ ആവാം. ഞാനിവിടെ ഒരു പാൻ നമ്പറാണ് യൂസർ ID ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ പാൻ നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, പ്ലീസ് കൺഫേം, അത് നമ്മൾ ടിക്ക് ചെയ്യുന്നു. പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു യൂസറുടെ പേജ്. ഇവിടെയാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഫയൽ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു.
സെലക്ട് അസസ്മെൻറ്റ് ഇയർ 2026-27 അസസ്മെൻറ്റ് ഇയർ. അത് ഡിഫോൾട്ടായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. മോഡ് ഓഫ് ഫയലിംഗ് എന്ന് പറയുന്നത് ഓൺലൈനാണ്. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് ആണ്. നമ്മൾ നേരത്തെ ഏതെങ്കിലും സമയത്ത് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗും ഉണ്ടാവും, റെസ്യൂം ഫയലിംഗും ഉണ്ടാവും. നമുക്കിവിടെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് ആണ് കാണുന്നത്. അത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇൻഡിവിജ്വൽ ആണ്. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഏത് ITR ആണ് നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്നത്? നമ്മളിവിടെ ITR 1 ആണ് ഫയൽ ചെയ്യാൻ പോകുന്നത്. പ്രൊസീഡ് വിത്ത് ITR 1 സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ആണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഈ ഒരു പേജിൽ 5 ബട്ടൺസ് കണ്ടല്ലോ. ഈ 5 ബട്ടൺ ഓരോന്നും സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് 5 എണ്ണവും എഡിറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ITR ഫയലിംഗ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം പേഴ്സണൽ ഇൻഫർമേഷനാണ്, രണ്ടാമത് ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഡിഡക്ഷൻസ്, ടാക്സ് പെയ്ഡ്, വെരിഫൈ യുവർ ടാക്സ് ലയബിലിറ്റി ഡീറ്റെയിൽസ്, ഇത്രയുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യം ഞാനിവിടെ പേഴ്സണൽ ഇൻഫർമേഷൻ എഡിറ്റ് ചെയ്യുകയാണ്. കുറേ കാര്യങ്ങൾ അതിൽ ഓട്ടോ ഫിൽഡായി വന്നിട്ടുണ്ടാവും. കാരണം മുൻകാലങ്ങളിലൊക്കെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മിക്കവാറും എല്ലാം തന്നെ അവിടെ ഓട്ടോ ഫിൽഡായി വന്നിട്ടുണ്ടാകും. എങ്കിലും നമുക്കത് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അത്തരം ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. പാൻ നമ്പർ ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ആധാർ നമ്പർ ഉണ്ട്. തൊട്ട് താഴെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അവിടെ നമുക്ക് പ്രൈമറി മൊബൈൽ നമ്പർ, നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമ്പർ, വേണമെങ്കിൽ നമുക്കൊരു സെക്കൻഡറി മൊബൈൽ നമ്പർ ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ എഡിറ്റ് ബട്ടൺ ഉണ്ട്. ആ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെക്കൻഡറി മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സെക്കൻഡറി ഇമെയിൽ ID നമുക്കിവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ചെയ്യാൻ കഴിയും. ഞാൻ എന്നാൽ അത് ചെയ്യുന്നില്ല. ഇവിടെ പ്രൈമറി അഡ്രസ്സ് ഉണ്ട്. സെക്കൻഡറി അഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അത് പുതുതായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഈ വർഷമാണ് അത് വന്നത്. അതിനുശേഷം താഴേക്ക് വരിക. നമ്മുടെ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് നോക്കുക. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആകാം, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആകാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പെൻഷനർ ആകാം, സെൻട്രൽ ഗവൺമെൻറ് പെൻഷനർ ആകാം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആകാം. അപ്പോൾ എന്തായാലും ശരി, നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാനൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയിയുടെ ITR ആണ് ഇപ്പോൾ ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങളൊരു പെൻഷനർ ആണെന്നുണ്ടെങ്കിൽ SG പെൻഷനർ സെലക്ട് ചെയ്യാം. സെൻട്രൽ ഗവൺമെൻറ് പെൻഷൻ ആണെങ്കിൽ CG പെൻഷനർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി. അതിനുശേഷം ഫയലിംഗ് സെക്ഷനാണ്. പല ഫയലിംഗ് സെക്ഷനുകളുണ്ട്. നമ്മളിവിടെ ഫയൽ ചെയ്യുന്നത് ജൂലൈ 30 എന്ന് പറയുന്ന ഡെഡ് ലൈനിന് മുമ്പായതുകൊണ്ട് നമുക്ക് ബാധകമായ സെക്ഷൻ 139(1) ആണ്. ഇത് ബിലേറ്റഡ് റിട്ടേൺ ആണ് 139(4). ഇങ്ങനെ ഓരോ സെക്ഷനും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ വായിച്ച് നോക്കാവുന്നേ ഉള്ളൂ. നമുക്കിവിടെ ബാധകമായിട്ടുള്ളത് 139(1) ആണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ന്യൂ റെജീമാണോ ഓൾഡ് റെജീമാണോ ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. നമുക്കറിയാം, സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ പെൻഷനേഴ്സിനെയും സംബന്ധിച്ചിടത്തോളം ന്യൂ റെജീമാണ് ഇപ്പോൾ ഏറ്റവും ലാഭകരം. 90% ജീവനക്കാരും പെൻഷനേഴ്സും എന്ത് തന്നെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്? ന്യൂ റെജീം തന്നെയാണ്. കാരണം 12,75,000 രൂപ വരെയുള്ള ഇൻകം നമുക്ക് ടാക്സബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നോ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇനി എനിക്ക് ഒരുപാട് ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ട്. എൻ്റെ സാലറി ഈ പറഞ്ഞ 12,75,000 കൂടുതലുമാണ്. എനിക്ക് കുറേ സേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എനിക്കിവിടെ ഓൾഡ് റെജീം സെലക്ട് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഓൾഡ് റെജീം സെലക്ട് ചെയ്യുന്നില്ല, ന്യൂ റെജീം തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നോ എന്ന് പറഞ്ഞാൽ ഓപ്റ്റ് ഔട്ട് ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ്. ഇല്ല എന്ന് തന്നെ നമ്മൾ കൊടുക്കുന്നു. അതായത് നമ്മളിപ്പോൾ ന്യൂ റെജീമുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്തത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് ഓൾറെഡി വാലിഡേറ്റ് ആയിട്ടുള്ള ഒരു ബാങ്ക് ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാകും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ബാങ്ക് ഡീറ്റെയിൽ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാൻ കഴിയും. ഒരുപക്ഷേ ഈ ബാങ്ക് അക്കൗണ്ട് ഇനാക്റ്റീവായി പോവുകയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ സൗകര്യമുള്ള മറ്റൊരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് ലഭിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബാങ്ക് അക്കൗണ്ട് കൂടി ആഡ് ചെയ്യാൻ കഴിയും. പക്ഷേ ആഡ് ചെയ്യുന്ന എല്ലാ ബാങ്ക് അക്കൗണ്ടും എന്ത് ചെയ്തിരിക്കണം? വാലിഡേറ്റഡ് ആയിരിക്കണം. ഇതിനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ആഡ് അനദർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ബാങ്ക് അക്കൗണ്ട് നമ്പർ നമുക്കിവിടെ ആഡ് ചെയ്യാൻ കഴിയും. പുതിയതായ ഒരു ബാങ്ക് അക്കൗണ്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ഞാൻ ബാക്കിലേക്ക് പോകുന്നു. അതിനുശേഷം നമുക്ക് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൺഫേം ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഗ്രോസ് ടോട്ടൽ ഇൻകമാണ്. നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ നമുക്ക് 2 കാര്യങ്ങൾ നോക്കണം. ഒന്നുകിൽ നമ്മുടെ ഫോം 16 നമ്മുടെ കയ്യിലുണ്ടാകണം, നമ്മുടെ എംപ്ലോയർ തരുന്ന. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ്, സ്പാർക്കിൽ നിന്ന് നമ്മളെടുത്ത നമ്മുടെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ്,
ഇതാണ് സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ ഗ്രോസ് സാലറിയും TDS ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇതിലുണ്ട്. TDS അടച്ചിട്ടുണ്ട് എങ്കിൽ പലരും കഴിഞ്ഞ പ്രാവശ്യം TDS അടച്ചിട്ടില്ല. കാരണം 12 ലക്ഷം രൂപ ഇൻകം വരത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലരും TDS അടച്ചിട്ടില്ല. ഇതിൽ നമുക്കിവിടെ ഗ്രോസ് സാലറി ഇൻകം എന്ന് പറയുന്നത് 9,54,695 രൂപയാണ് നമ്മുടെ ഗ്രോസ് സാലറി ഇൻകമായി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണോ അവിടെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. എന്നാൽ ഇവിടെ 60,390 നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകമായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് അല്ല. AISൽ ഈ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മാനുവലായി ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ AIS ആണ്. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഒന്ന് നോക്കാം. ഇവിടെ സാലറി ഇനത്തിൽ നേരത്തെ കണ്ട 60,390 രൂപ വന്നിട്ടില്ല. അത് വന്നിരിക്കുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. അപ്പോൾ സാലറി ഇൻകം നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് 60,390 എന്ന് പറയുന്ന ഇൻകം ഫ്രം അതർ സോഴ്സസ്, നമുക്ക് ലഭിച്ചിട്ടുള്ള ബാങ്ക് ഇൻട്രസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവയാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് കാണുന്നത്. അത് നമ്മൾ ഇവിടെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. എന്നാൽ അത് ശരിയാണോ, അത് കൃത്യമാണോ എന്ന് നമ്മൾ AIS നോക്കി ഒന്നുകൂടി വെരിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ AISലേക്ക് പോകാം. അപ്പോൾ ഇവിടെ സാലറി ഇൻകം നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സാലറി ഡോൺ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ട ഈ 9,54,695 നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അത് AISൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. AIS സെലക്ട് ചെയ്തു. ഇവിടെ വീണ്ടും ഈ AIS ബട്ടൺ സെലക്ട് ചെയ്തു. ഇവിടെയാണ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇത് സെലക്ട് ചെയ്തു. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ എന്നാൽ ഇവിടെ PDF ആയി ഡൗൺലോഡ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ ഞാനിത് നോക്കുകയാണ്. ഇതിന് 2 ഭാഗങ്ങളാണുള്ളത്. പാർട്ട് A നമ്മുടെ ജനറൽ ഇൻഫർമേഷനാണ്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകും. ഇതിന് ശേഷമാണ് നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ഇൻകവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ TDS അടച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നത് ഈ പാർട്ട് Bയിലാണ്. നമുക്ക് പാർട്ട് B ഒന്ന് നോക്കാം. ഇവിടെ ആദ്യം TDS TCS ഇൻഫർമേഷനാണ്. ഇത് നമുക്ക് 26 ASൽ നിന്ന് ലഭിക്കും. ഇവിടെ അത് നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്നാണ് കാണുന്നത്. ഇവിടെ കാണാത്തതുകൊണ്ട് തന്നെ 26 ASൽ അതുണ്ടോ എന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് AIS ആണ്. ഇതിലടുത്ത് നോക്കുക SFT ഇൻഫർമേഷൻ. എന്താണ്? സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് SFT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ നടത്തിയിട്ടുള്ള മുഴുവൻ ട്രാൻസാക്ഷൻസും, നമ്മുടെ പാൻ കാർഡ് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള മുഴുവൻ ട്രാൻസാക്ഷൻസും, അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന ഇൻട്രസ്റ്റ് ആകാം, അല്ലെങ്കിൽ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളാകാം, നമുക്ക് ഡിവിഡൻഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളാകാം. അങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് SFTയിലാണ് കാണുന്നത്. നമുക്ക് SFT ഒന്ന് നോക്കാം. ഇതാണ് SFT. ഇവിടെ ഇൻട്രസ്റ്റ്, ഒരു ബാങ്കിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, അടുത്തത് ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ്. ഈ ഇൻട്രസ്റ്റ് എല്ലാം എന്താണ്? നമുക്ക് ടാക്സബിൾ ഇൻകമായിട്ട് കൂട്ടേണ്ടതാണ്. കാരണം ഇത് ന്യൂ റെജീമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് എല്ലാം കൂടി കൂട്ടുക. ഇതെന്താണ്? ഗ്രോസ് പർച്ചേസ് എമൗണ്ട് ആണ്. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ടൈം ഡിപ്പോസിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തതാണ് ഈ കാണുന്ന തുക. അതുകൊണ്ട് നമ്മൾ അതിനെ ലീവ് ചെയ്യുന്നു. ബാക്കിയുള്ള നമുക്ക് വന്നിട്ടുള്ള ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ എന്തിൽ കൂട്ടണം? നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ കൂട്ടണം. ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുക. ഇതെല്ലാം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 61,063 രൂപയാണ്. എന്നാൽ നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ കാണിച്ചിരിക്കുന്നത് 60,390 രൂപയാണ്. അപ്പോൾ ഏതോ ഒരു എമൗണ്ട് അവിടെ വന്നിട്ടില്ല. അതുകൂടി ചേർത്ത്, അതൊരു ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിരുന്നു. ഈ 673 ആയിരുന്നു. ഞാനത് കൂട്ടി നോക്കിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഈ 673 നമുക്ക് നമ്മുടെ ഇൻകത്തിൽ ആഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ ലഭിച്ച ഇതെല്ലാം കൂടി ചേർത്തപ്പോൾ നമുക്ക് കിട്ടിയ 61,063 രൂപ നമ്മുടെ അതർ സോഴ്സസ്, ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ചേർക്കേണ്ടതാണ്. 61,063 രൂപയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അത് നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ സാലറി ഇൻകം നോക്കാം. അപ്പോൾ ഇവിടെ ഗ്രോസ് സാലറിയുടെ എമൗണ്ട് ആണ് നമ്മളിവിടെ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനിവിടെ എഡിറ്റ് ബട്ടൺ സെലക്ട് ചെയ്യാം. ഇവിടെ ഈ ആദ്യത്തെ കോളം ഓട്ടോ ഫിൽഡായി വന്നോളും. നമ്മളിവിടെയാണ് നമ്മൾ 17.1, 17.2, 17.3 നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാലറിയുടെ വിവിധ വിഭാഗങ്ങളാണ്. നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാലറി 17.1ലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. 9,54,695 രൂപയാണ്. അത് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഗ്രോസ് സാലറിയിൽ അതേ എമൗണ്ട് ഓട്ടോ ഫിൽഡായി വന്നു. അടുത്തത് എക്സംപ്റ്റ് അലവൻസ് ആണ്. നമുക്ക് എന്തെങ്കിലും അലവൻസുകൾ എക്സംപ്റ്റ് ചെയ്യാനുണ്ടോ എന്നുള്ളതിൻ്റെ ബ്രേക്കപ്പ് ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നേച്ചർ ഓഫ് എക്സംപ്റ്റ് അലവൻസ് നോക്കാം.
ഇവിടെ റെമ്യൂണറേഷൻ റിസീവ്ഡ് ആസ് ആൻ ഓഫീസർ, ഇതിലേതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ പുതുതായി പെൻഷനായ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് DCRG ഉണ്ടാകാം, അത് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ കമ്മ്യൂട്ടേഷൻ എമൗണ്ട് ഉണ്ടാകും, അത് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ ടെർമിനൽ സറണ്ടർ നമുക്ക് അത് എൻ്റർ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ അത് കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും അലവൻസുകൾ എക്സംപ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ എക്സംപ്റ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഇവിടെ. നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്, കാരണം ഇത് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അവസാനം എററായി കാണിക്കും. നമ്മളത് ഡിലീറ്റ് ചെയ്യുന്നു, യെസ് കൊടുത്തു. അപ്പോൾ എക്സംപ്റ്റ് എലമെൻറ്റ്സ് ഒന്നും നമുക്ക് ഇല്ല എന്ന് വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ 75,000 രൂപ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, നമുക്കറിയാമല്ലോ 12 ലക്ഷത്തിൽ താഴെയാണ് നമ്മുടെ ഗ്രോസ് ഇൻകം എന്നുണ്ടെങ്കിൽ നമുക്ക് 75,000 രൂപ പെൻഷനേഴ്സിനും എംപ്ലോയീസിനും എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് ലഭിക്കും. ആ 75,000 കുറച്ച് നമ്മുടെ ടോട്ടൽ സാലറി ഇൻകം എന്ന് പറയുന്നത് 8,79,695 നമ്മളത് സേവ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത പേജ്, ഇവിടെ ഇൻകം ഫ്രം സാലറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര? 8,79,695. ഇത് നമ്മൾ ഫില്ല് ചെയ്തു. അടുത്തത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഡീറ്റെയിൽസ് ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്കിവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻകം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എങ്കിൽ 2 വീട് വരെ നമുക്ക് ITR 1 നമുക്ക് ഫയൽ ചെയ്യാൻ കഴിയും. അതിലേതെങ്കിലും വീട്ടിൽ നിന്ന് ലഭിക്കുന്ന റെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ കഴിയും. ആഡ് അനദർ കൊടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. എന്നാൽ നമുക്കതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് വെറുതെ വിടുന്നു. ഇനി നമ്മൾ ഓൾഡ് റെജീമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് എടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് ഒരു 2 ലക്ഷം രൂപ വരെ നമുക്കിവിടെ കുറയ്ക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ നമ്മളിവിടെ ന്യൂ റെജീമാണ് ചെയ്യുന്നത്, നമുക്കതുകൊണ്ട് അത് ബാധകമല്ല. അടുത്തതാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. നമ്മൾ നേരത്തെ കണ്ടു 60,390 അവിടെ വന്നത്. എന്നാൽ നമുക്കതിലൊരു 673 രൂപ കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ടല്ലേ. അപ്പോൾ അതുകൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. ആഡ് അനദർ എന്ന് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ്, അത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നു. അത് 12,393 അതിൻ്റെ കൂടെ ഒരു 673 കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 13,066 രൂപയാണ്. അത് നമ്മളിവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് മാറിയിട്ടുണ്ട്, സേവ് കൊടുക്കുന്നു. അപ്പോൾ അതുകൂടി ആയപ്പോൾ നമ്മുടെ അതർ സോഴ്സസ് എന്നുള്ള ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്നത് 61,063 രൂപയായി. ഇതെല്ലാം ചേർന്ന് നമ്മുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്ന ഇതുവരെയായി 9,40,758 ആയിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ ഇത് 12 ലക്ഷത്തിൽ താഴെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോ ടാക്സ് ആണ്. എങ്കിലും നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി കൺഫേം ചെയ്യാനുണ്ട്. ഇവിടെ റിപ്പോർട്ടിംഗ് പർപ്പസിലുള്ള ഇൻകം, ഇത് കഴിഞ്ഞ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് റിപ്പോർട്ടിംഗ് പർപ്പസായിട്ട് ഉള്ള ചില ഇൻകം, നമ്മുടെ PF നിന്നുള്ള ക്ലോഷർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്, LICയുടെ ഒരു മെച്യൂരിറ്റി എമൗണ്ട്, SLI, GIs ഇതിൻ്റെയൊക്കെ മെച്യൂരിറ്റി എമൗണ്ട് പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടാക്സബിൾ അല്ല, പക്ഷേ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അത് ആ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടി നിങ്ങൾ കണ്ടേക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A നമുക്ക് 1.25 ലക്ഷം രൂപ വരെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനായി ലഭിച്ചിട്ടുള്ളത് നമുക്ക് ITR 1 നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ കഴിയും. എന്നാൽ നമുക്കിവിടെ ഒന്നും ലഭിച്ചിട്ടുള്ളതായി നമ്മുടെ AISൽ കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കൺഫേം ആയിരിക്കുകയാണ്. എത്രയാണ്? 9,40,758 നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനിയാണ് നമുക്ക് ടോട്ടൽ ഡിഡക്ഷൻസ്, എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ന്യൂ റെജീമിലായതുകൊണ്ട് തന്നെ വലിയ ഡിഡക്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല. ഇവിടെ ഓരോരോ സ്കീമായി നോക്കുക. അഗ്നിപത് സ്കീം, എനി അതർ ഡിഡക്ഷൻ, ഇതെല്ലാം ഉണ്ടെങ്കിൽ, ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഡിഡക്റ്റ് ചെയ്യുക. ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിഡക്ഷൻസും കൺഫേം ചെയ്തു. ഇനി നമുക്ക് ടാക്സ് പെയ്ഡാണ്. നമ്മൾ ടാക്സ് പെയ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ TDS അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ടാക്സ് പെയ്ഡിലാണ് വരുന്നത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ പേരിൽ ഒരു TDSും അടച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ അത് വന്നേനെ. എന്നാൽ നമുക്കിത് വെരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 26AS ഫോം 26AS കൂടി നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമുക്ക് നേരെ ഫോം 26ASലേക്ക് പോകാം. അതിനായി ഈ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ് വ്യൂ ഫോം 26AS നോക്കുകയാണ്. ഇവിടെ ഈ കോളം നമ്മൾ ടിക്ക് ചെയ്തു, പ്രൊസീഡ് ബട്ടൺ സെലക്ട് ചെയ്തു. ഇവിടെ കാണുന്ന വ്യൂ ടാക്സ് ക്രെഡിറ്റ് ഫോം 26AS എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു.
ഇവിടെ അസസ്മെൻറ്റ് ഇയർ നമുക്കറിയാം 2026-27 നമ്മുടെ അസസ്മെൻറ്റ് ഇയർ. ഫിനാൻഷ്യൽ ഇയർ അല്ല, അസസ്മെൻറ്റ് ഇയർ ആണ് കൊടുക്കേണ്ടത്. വ്യൂ ആസ് ഇവിടെ HTML ആയിട്ടാണ് നമുക്കത് കാണേണ്ടത്. വ്യൂ ആണോ ഡൗൺലോഡ് ആണോ എന്നാണ്. നമുക്കിവിടെ വ്യൂ ഓർ ഡൗൺലോഡ് എന്നുള്ളതിനകത്ത് നമുക്ക് ടിക്ക് ചെയ്യാം. ഡൗൺലോഡ് ആണെന്നുണ്ടെങ്കിൽ PDF ആയി കിട്ടും. നമ്മളൊരു പാസ്വേഡ് ഉപയോഗിച്ച് അതിനെ ഓപ്പൺ ചെയ്ത് നോക്കാൻ കഴിയും. ഞാനിവിടെ വ്യൂ ഓർ ഡൗൺലോഡ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫോം 26AS. ഒന്ന് കാണാൻ കഴിയും. ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മുടെ പേരിൽ അടച്ചിട്ടുള്ള എന്തെങ്കിലും TDS ഉണ്ടെങ്കിൽ ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സസ് ആണ് ചോദിച്ചേക്കുന്നത്. അവിടെ നമുക്ക് 0 കഴിഞ്ഞ വർഷം നമുക്ക് ടാക്സ് ഉണ്ടാകില്ല എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു പൈസയും TDS അടച്ചിരുന്നില്ല. ഇവിടെ നമ്മൾ മുഴുവൻ പരിശോധിച്ചു. ഇവിടെ എങ്ങും തന്നെ ₹1 പോലും ഇവിടെ TDS ആയിട്ടോ TCS ആയിട്ടോ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, 0 തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൺഫേം ചെയ്യുന്നു. എന്തെങ്കിലും അഡ്വാൻസ് ടാക്സോ മറ്റോ അടച്ചിട്ടുണ്ട് എങ്കിൽ അത് നമുക്കിവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ TDS ഡീറ്റെയിൽസ് ഓഫ് TDS ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഫ്രം സാലറിയിൽ നിന്നും നമ്മുടെ എംപ്ലോയർ അടച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ, അതിവിടെ ആഡായി വന്നേനെ. എന്നാൽ അവിടെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് വെറുതെ വിടുന്നു. അതുപോലെ തന്നെ TCS അടച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ ഏതെങ്കിലും വാഹനമൊക്കെ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം TCS കട്ട് ചെയ്തിട്ടുണ്ടാകും. അതെല്ലാം ഇവിടെ വരും. എന്നാൽ ഇവിടെ ഒന്നും വാങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അത് ഓട്ടോ ഫിൽഡായി ഒന്നും തന്നെ വന്നിട്ടില്ല. നമ്മളിവിടെ 0 ടോട്ടൽ ടാക്സസ് പെയ്ഡ് കൺഫേം ചെയ്യുന്നു. അപ്പോൾ 1, 2, 3, 4 ഐറ്റംസ് നമ്മൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇനി വെരിഫൈ യുവർ ടാക്സ് ലയബിലിറ്റി ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ ഈ ടാക്സ് ലയബിലിറ്റി എത്ര വരും. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ 0 ടാക്സ് ലയബിലിറ്റി ആയി വന്നിരിക്കുന്നത്. നമ്മളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു കമ്പ്യൂട്ടേഷൻ കാണിച്ചിരിക്കുകയാണ്. എന്താണ്, 9,40,758 നമ്മുടെ ഗ്രോസ് സാലറി. അത് റൗണ്ട് ചെയ്ത് 9,40,760 ആക്കി മാറ്റിയിട്ടുണ്ട്. ടാക്സ് പേയബിൾ എന്നുള്ളത് 34,076 ആയിരുന്നു. എന്നാൽ നമുക്ക് 60,000 രൂപ വരെ റിബേറ്റ് ലഭിക്കുന്നതുകൊണ്ട് ഈ 34,076 നമ്മുടെ ടാക്സ് നമുക്കറിയാമല്ലോ, 4 ലക്ഷത്തിന് മുകളിലായാൽ ടാക്സ് ഉണ്ട്. ആ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. ആ കാൽക്കുലേറ്റ് ചെയ്ത ടാക്സ് എത്രയുണ്ട്, 34,076 ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മളെ രക്ഷിക്കാൻ വരുന്നത് നമ്മുടെ റിബേറ്റാണ്. 60,000 രൂപ വരെ നമുക്ക് റിബേറ്റ് ഉണ്ട്. ആദ്യത്തെ 5%-ൻ്റെയും പിന്നെ വരുന്ന 10%-ൻ്റെയും ആ സ്ലാബ് റേറ്റ് നോക്കിയാൽ അറിയാം. അതിലുള്ള ഈ 5%-ഉം 10%-ഉം ചേരുന്ന 60,000 രൂപ വരെ നമുക്ക് റിബേറ്റ് ഉണ്ട്. അപ്പോൾ ഈ 34,076 നമ്മുടെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയെങ്കിൽ പോലും അത് നമുക്ക് ഈ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A, അതായത് നമുക്കുള്ള 60,000 രൂപ വരെ നമുക്കിവിടെ ഡിഡക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഡിഡക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ടാക്സ് എന്ന് പറയുന്നത് 0 ആയി വന്നിരിക്കുകയാണ്. നമുക്കിവിടെ കൺഫേം ബട്ടൺ സെലക്ട് ചെയ്യാം. ഓക്കെ, കൺഫേം ചെയ്യുന്നു. ഈ 5 സ്റ്റെപ്സും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി പ്രൊസീഡ് ടു വെരിഫിക്കേഷനാണ് അടുത്തതായി ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ കാണിക്കുന്നു യു നീഡ് ടു മേക്ക് എ പേയ്മെൻറ്റ് ഓഫ് 0. അതായത് നമുക്ക് ടാക്സ് ഒന്നും തന്നെ അടയ്ക്കാനില്ല. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ ആണ്. ഇനി നമുക്ക് നമ്മുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. സ്ഥലം എൻ്റർ ചെയ്യുന്നു. പ്രൊസീഡ് ടു വാലിഡേഷൻ കൊടുക്കുന്നു. വാലിഡേഷൻ സക്സസ്ഫുൾ. ഇനി നമുക്ക് പ്രിവ്യൂ കാണാം. ഇതാണ് പ്രിവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൊസീഡ് ടു വെരിഫിക്കേഷനാണ്. ഇവിടെ നമ്മൾ പറയുന്നത് സെലക്ട് എ വെരിഫിക്കേഷൻ മെത്തേഡ് ബിലോ ടു ഫിനിഷ് ഫയലിംഗ്. ഈ വെരിഫൈ നൗ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ്, ഐ വുഡ് ലൈക്ക് ടു വെരിഫൈ യൂസിങ് OTP ഓൺ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് വിത്ത് ആധാർ. ആധാറുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വരുന്ന OTP ഉപയോഗിച്ച് നമുക്കിവിടെ വെരിഫൈ ചെയ്യാം. ഓക്കെ, അത് സെലക്ട് ചെയ്തു. കണ്ടിന്യൂ കൊടുക്കുന്നു. ഐ എഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ്. ഓക്കെ കൊടുത്തു. ജനറേറ്റ് ആധാർ OTP. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു OTP പോയിട്ടുണ്ട്. ആ OTP ഇപ്പോൾ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. മൊബൈലിലേക്ക് വന്ന ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. സബ്മിറ്റ് ലെവൽ വാലിഡേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രൊസീഡ് കൊടുക്കുന്നു. ഡൗൺലോഡ് റെസീറ്റ്. ഇവിടെ നമുക്ക് അക്നോളജ്മെൻറ്റ് ലഭിക്കും. നമ്മളിവിടെ ഡൗൺലോഡ് റെസീറ്റ് സെലക്ട് ചെയ്യുന്നു. ആ റെസീറ്റ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാണ് റിട്ടേൺ ഫയൽ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ്. ഈ അക്നോളജ്മെൻറ്റിൽ നമുക്ക് ഇവിടെ റീഫണ്ട് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ടാക്സ് പേയബിളും ഒന്നുമില്ല, 0 ഇത് നമ്മുടെ കൈവശം സൂക്ഷിക്കുക. ഇതിനെ ഒരിക്കലും നമുക്ക് CPCയിലേക്ക് അയക്കണ്ട എന്നുകൂടി ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ
സബ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് സമയമെടുത്തുവെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ്. കാരണം ന്യൂ റെജീമിൽ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ്. ഇനി ഇൻകം ടാക്സ് ഉള്ള ഒരാളുടെ ആണെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടി വ്യത്യാസം വരുന്നേ ഉള്ളൂ. അതിൽ ആ എമൗണ്ട് കൂടി ആഡ് ചെയ്യപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. റിട്ടേൺ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു റീഫണ്ട് ഉണ്ടെങ്കിൽ ആ റീഫണ്ട്, അതായത് നമ്മൾ ടാക്സബിൾ അല്ലായിരുന്നു എങ്കിലും നമ്മൾ TDS അടച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ എമൗണ്ട് റിട്ടേൺ ചെയ്തു വരും. അപ്പോൾ ഈ ഏറ്റവും താഴെ ടാക്സ് പേയബിൾ ഓർ റീഫണ്ടബിൾ എന്നുള്ളിടത്ത് നമുക്ക് ലഭിക്കേണ്ട ആ തുക ഇവിടെ കാണും. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിന് കുറച്ച് സമയമെടുക്കും. അത് എത്ര സമയമെടുക്കും എന്നുള്ളതിനെക്കുറിച്ചും ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ടേക്കുക. അഥവാ താമസിക്കുകയാണെങ്കിൽ, ഇനിയും ആ റിട്ടേൺ തിരിച്ചു വരാൻ ഒരുപാട് താമസിക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്നുകൂടി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നല്ല വ്യൂസ് ഉണ്ടാകുന്ന വീഡിയോകൾക്കാണെങ്കിൽ പോലും സബ്സ്ക്രിപ്ഷൻ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. പരമാവധി ആൾക്കാർക്ക് ഈ ഒരു അറിവ് ലഭിക്കട്ടെ. ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.